സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടെ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് വലിയ നാടകീയ സംഭവങ്ങളും വൻ വിവാദവും. കോൺഗ്രസിന്റെ വർഷങ്ങൾ പഴക്കമുള്ള നയം ലംഘിച്ച് AICC ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവനായും ആലപിച്ചു. മുതിർന്ന നേതാവ് സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഇടപെട്ട് വിലക്കാൻ ശ്രമിച്ചെങ്കിലും ഗാനം അവസാനിപ്പിച്ചില്ല. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന പതാക ഉയർത്തലിന് ശേഷം വന്ദേമാതരം ആലാപനം ആരംഭിച്ചപ്പോൾ പതിവ് പോലെ ആദ്യത്തെ രണ്ട് ചരണങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഏറ്റുപാടുകയായിരുന്നു. എന്നാൽ ആദ്യ രണ്ട് ചരണങ്ങൾക്ക് ശേഷവും ശബ്ദ സംവിധാനത്തിൽ ഗാനം നിർത്താതെ 3 മിനിറ്റോളം നീണ്ട മുഴുവൻ വരികളും തുടർച്ചയായി ആലാപനം ചെയ്തതാണ് വേദിയിൽ വൻ നാടകീയ രംഗങ്ങൾക്ക് തിരികൊളുത്തിയത്. ഗാനാലാപനം നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകുന്നതിനിടെ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി കൈയുയർത്തി ആലാപനം നിർത്താൻ അടിയന്തരമായി ആവശ്യപ്പെടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോട് പാട്ട് ഉടൻ തന്നെ നിർത്തിവെപ്പിക്കാൻ പറയുകയും സേവാദൾ നേതാവിനെ വിളിച്ച് കടുത്ത ഭാഷയിൽ ശകാരിക്കുകയും ചെയ്തു. വേദിയിൽ മുൻപിലുണ്ടായിരുന്ന നേതാക്കളോടും ആലാപനം നിർത്താൻ സോണിയ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പോഴേക്കും ഗായകർ അവസാനത്തെ ചരണത്തിൽ എത്തിയിരുന്നു. അതേസമയം വേദിയിൽ ഉണ്ടായിരുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കടുത്ത അമർഷത്തോടെയും അതൃപ്തിയോടെയും മുതിർന്ന നേതാക്കൾക്ക് നേരെ നെറ്റിചൊളിച്ച് നോക്കുന്ന രംഗങ്ങളും ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടു. സംഭവത്തിൽ തങ്ങൾക്ക് സംഘാടനത്തിൽ പിഴവ് പറ്റിയിട്ടില്ലെന്നും ഏറെ നേരമായി നിൽക്കുന്ന മല്ലികാർജുൻ ഖാർഗെക്ക് ഇരിക്കാൻ കസേര കൊണ്ടുവരാനാണ് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടതെന്നുമുള്ള ന്യായീകരണവുമായി പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്തെത്തിയെങ്കിലും വിഷയം BJP വലിയ രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ദേശീയ ഗീതാലാപനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ആരോപിച്ച BJP സംഭവത്തിൽ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിനു പുറമെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ പാടില്ല എന്നാണ് പാർട്ടി നയമെന്ന് രാഹുൽ ഗാന്ധി സേവാദൾ നേതാവിനോട് പറയുന്നതായുള്ള ദൃശ്യങ്ങൾ BJP MP നിഷ്കാന്ത് ദൂബെ പുറത്തുവിട്ടതോടെ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടുതൽ വെട്ടിലായിരിക്കുകയാണ്. 1937 മുതൽ കോൺഗ്രസ് പാർട്ടി പിന്തുടർന്നു പോകുന്ന ചരിത്രപരമായ നയത്തിനും രാഷ്ട്രീയ നിലപാടുകൾക്കും പൂർണ്ണമായും വിരുദ്ധമായതാണ് AICC ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവനായും ആലപിക്കപ്പെട്ടത്. വന്ദേമാതരത്തെ ചൊല്ലി രാജ്യത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംവാദങ്ങളും തർക്കങ്ങളും പുകയുന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ആസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു ഭീമമായ ആലാപന വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം വന്ദേമാതരത്തിന്റെ ആദ്യ രണ്ട് ചരണങ്ങൾ മാത്രം ആലപിക്കുക എന്നതാണ് പതിറ്റാണ്ടുകളായി പാർട്ടി തുടർന്നു പോകുന്ന ഔദ്യോഗിക രീതി. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധത്തിലായിരുന്നു അന്ന് ആലാപനം ആദ്യ രണ്ട് ചരണങ്ങളിലേക്ക് പരിമിതപ്പെടുത്തിയത്. പാർലമെന്റിൽ മുൻപ് വന്ദേമാതരം ബിൽ ചർച്ചയ്ക്ക് വന്ന വേളയിൽ അതിനെ ശക്തമായി എതിർത്ത ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. വന്ദേമാതരം നിർബന്ധമാക്കുന്നത് രാജ്യത്ത് കൂടുതൽ വർഗീയ വിഭജനത്തിന് കാരണമാകുമെന്നായിരുന്നു അന്ന് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. ഇത്തരമൊരു നയപരമായ അടിത്തറ നിലനിൽക്കെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ രാജ്യത്തെ ശ്രദ്ധ മുഴുവൻ AICC ആസ്ഥാനത്തേക്ക് നീളുമ്പോൾ തന്നെ ഉണ്ടായ ഈ പിഴവ് വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്കാണ് വഴിവെക്കുന്നത്. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് മുൻപ് വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനതല ഔദ്യോഗിക ചടങ്ങുകളിലെ നിലപാടുകളിൽ നിന്നും തീർത്തും വിഭിന്നമായി AICC ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവൻ ആലപിക്കപ്പെടുകയായിരുന്നു. AICC ആസ്ഥാനത്തുണ്ടായ ഈ ആലാപന വീഴ്ചയും മുതിർന്ന നേതാക്കളുടെ അതൃപ്തിയും വരും ദിവസങ്ങളിൽ BJP രാഷ്ട്രീയ ആയുധമാക്കാനാണ് സാധ്യത. ഹൈക്കമാൻഡ് തലത്തിലുണ്ടായ ഈ ജാഗ്രത കുറവിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് വിശദീകരണമാണ് നൽകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം.